എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഇതേ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ കൂട്ടത്തിലും കാണും. ദേ കണ്ടോ, കൈ വേർത്ത് കണ്ടോ? സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇത് കാരണം നാണം കെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് കൈയും കാലും മാത്രമാണ് ഇതുപോലെ സ്വെറ്റ് ആവുന്നത്. ഏത് ഷൂ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ചെരുപ്പിട്ട് കയറാൻ പറ്റല്ലോ. നമ്മൾ ഷൂ ഊരിയിട്ട് കയറാൻ നേരത്ത് ഭയങ്കരമായിട്ട് മടി തോന്നിയിട്ടുണ്ട്. കാരണം സ്വെറ്റ് ചെയ്ത് സ്മെല്ല് ചെയ്യുമോ എന്നൊരു ബുദ്ധിമുട്ട്. ചില സമയത്ത് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഞാൻ ടച്ച് ചെയ്ത സ്ഥലത്ത് വേറൊരാൾ എന്താ ആ വണ്ടി ഓടിക്കാതെ വേഗം തുടയ്ക്കാറുണ്ട്. അവർ കാണത്തിട്ട് ഓടിപ്പോയി തുടയ്ക്കാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ അവിടെയൊക്കെ നനയായിരുന്നു. ഒരു പേപ്പറോ ഒരു പെന്നോ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ചില ആൾക്കാർ തമാശയ്ക്ക് വരാറുണ്ട്, എനിക്ക് എന്താ പറയുക പണിയെടുക്കാൻ പറ്റില്ല, വേർപ്പിൻ്റെ അസുഖമാണ് പറയുമ്പോൾ നല്ല സുഖമുള്ള കാര്യമാണ്, ചുമ്മാ തമാശയ്ക്ക് വരുന്നത്. പക്ഷേ അത് വരുന്നവർക്കും വന്നവർക്കും അറിയാം. അതുകൊണ്ടോ എൻ്റെ വേറെ എവിടെയും സ്വെറ്റില്ല, കൈയുടെ ഉള്ളം കൈ മാത്രം. അതുപോലെ കാല് പൊക്കി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാല് കാണിക്കുന്നില്ല. അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടത്. എന്താ ചെയ്യുന്നത്, നമുക്ക് ഒന്നിനെയും ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി ബോട്ടിലെടുക്കുക, അല്ലെങ്കിൽ എന്ത് എഴുതാൻ വേണ്ടി പെണ്ണെടുക്കുക. ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊരു ബുക്കിലോ ഒരു പേപ്പർ, നമ്മൾ എക്സാം പേപ്പറിൽ പോലും SLC എക്സാം ഓട്ടോമാറ്റിക് ടെൻഷൻ വരുമ്പോൾ വല്ലാതെ ഓവറായിട്ട് സ്വെറ്റാവും. ഞാൻ എൻ്റെ യൂണിഫോമിൻ്റെ അത് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ തുടയ്ക്കും, എന്നിട്ട് എഴുതും, വീണ്ടും ഞാൻ കൈ തുടയ്ക്കും. എൻ്റെ ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് 10-15 മിനിറ്റ് വരെ ഏതോ ഒരു എക്സാം ഒരു ടീച്ചർ എനിക്ക് തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞു, കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എനിക്കറിയാം, പക്ഷേ അതെൻ്റെ മൈൻഡിൽ വരാത്തോണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അത് കിട്ടാത്ത ടെൻഷനിൽ ഞാൻ എഴുതും, വീണ്ടും കൈ വിറക്കും, കൈ തുടയ്ക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു അസുഖം വന്നവർക്കറിയാം എത്രത്തോളം അതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്നുള്ളത്. അറിയാത്തവർക്ക് എന്തും പറയാം, കാണുമ്പോൾ നിസ്സാരം. പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം വൃത്തികെട്ടൊരവസ്ഥയാണെന്നുള്ളത്.